പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ദുഃഖശനിയുമെല്ലാം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കാലങ്ങളായി പരിപാവനമായി ആചരിക്കുന്ന വിശുദ്ധ ദിനങ്ങളാണ്. അവയെല്ലാം സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ദിവസങ്ങളുമാണ്. പതിവിന് വിപരീതമായി ഈ ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ ഗ്രാമങ്ങളിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കണമെന്ന കാരണം കാട്ടി ഇപ്രാവശ്യത്തെ പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും പ്രവൃത്തി ദിവസങ്ങളാക്കാൻ സർക്കാർ ഗൂഢമായ ചില ആസൂത്രിത ശ്രമങ്ങൾ നടത്തുന്നു എന്ന വിവരം ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇസ്ലാമിക സമൂഹത്തിൻ്റെ വാദങ്ങളും മതപരമായ അവകാശങ്ങളും അംഗീകരിച്ച് അവർക്ക് എല്ലാ സഹായവും നൽകുന്ന പിണറായി ഭരണകൂടം ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശുദ്ധ ദിനങ്ങളുടെ പ്രാധാന്യം ഏത് വിധത്തിൽ കുറച്ചു കാണിക്കാമെന്ന ലക്ഷ്യത്തോടെ മനഃപൂർവ്വം പരിശ്രമിക്കുന്നത് പോലെ തോന്നുകയാണ്. എല്ലാം ശരിയാക്കുമെന്ന് പ്രചരിപ്പിച്ച ഇടതു കുതന്ത്രങ്ങളിൽ വീണ ക്രൈസ്തവ സമൂഹം കബളിപ്പിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഇപ്പോൾ അപമാനിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ ന്യൂനപക്ഷ ഭരണം ക്രൈസ്തവ വിരോധിയായ ഒരു മന്ത്രിയെ ഏൽപ്പിച്ചുകൊണ്ടും കഴിഞ്ഞ വർഷം ജൂലൈ 3 ദുഃഖ്രാന ഞായറാഴ്ച പ്രവൃത്തി ദിവസമാക്കിക്കൊണ്ടും തുടങ്ങിയ ക്രൈസ്തവ അവഗണന ഇപ്പോൾ അതിൻ്റെ പാരമ്യതയിൽ എത്തിയിരിക്കുകയാണ്. അതിനുശേഷമുള്ള ഞായറാഴ്ചകൾ ഊർജിത ഫയൽ തീർപ്പാക്കലിൻ്റെ പേര് പറഞ്ഞ് വീണ്ടും പ്രവൃത്തി ദിവസമാക്കിയും ഞായറാഴ്ചയും ഗാന്ധി ജയന്തിയും ഒന്നിച്ചെത്തിയ ഒക്ടോബർ 2 തന്നെ സ്കൂളുകളിൽ സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ പരിപാടിക്കായി കളമൊരുക്കിയും ക്രിസ്തുമസ് തിരുക്കർമ്മങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ NSS ക്യാമ്പ് സംഘടിപ്പിച്ചും പുറത്തുനിന്ന് നിയന്ത്രിക്കുന്ന ആരുടെയോ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ക്രൈസ്തവ സമൂഹത്തിനെതിരായി പിണറായി സർക്കാർ കടുത്ത അവഗണനാപരമായ നീക്കങ്ങൾ നടത്തുകയാണ്. ഒരു കൂട്ടം മതസ്ഥരുടെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം അവർക്ക് ന്യൂനപക്ഷ പരിവേഷങ്ങളും അവകാശങ്ങളും നൽകി അവരെ പ്രീതിപ്പെടുത്തുകയും അവർക്ക് വേണ്ടി പൊതു സൈറൺ പോലും മുഴക്കുകയും ചെയ്യുമ്പോൾ മറുഭാഗത്ത് ക്രൈസ്തവരുടെ വിശുദ്ധ ദിനങ്ങൾ പോലും പ്രവൃത്തി ദിവസങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ഉത്തരം പറയില്ല എന്നറിഞ്ഞിട്ടും ചില ചോദ്യങ്ങൾ കേരളം ഭരിക്കുന്ന സർക്കാരിനോട് പരസ്യമായി ചോദിക്കുകയാണ്. ക്രൈസ്തവരെ ഇങ്ങനെ നിരന്തരം അവഗണിക്കുന്നതിന് പിന്നിലെ സർക്കാരിൻ്റെ ചേതോവിഹാരം എന്താണ്? ചില മതങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം അവർക്ക് ന്യൂനപക്ഷം എന്ന പരിവേഷം നൽകുന്ന സർക്കാർ മറ്റു ചിലരുടെ കാര്യം വരുമ്പോൾ മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് കടുത്ത മത അവഹേളനത്തിന് അനുവാദം നൽകുന്നു. കേരളം ഭരിക്കുന്ന സർക്കാർ ക്രൈസ്തവർക്ക് പുതിയതായി ഒന്നും തന്നില്ലെങ്കിലും കാലാകാലങ്ങളായി നിലനിന്നിരുന്ന ക്രൈസ്തവരുടെ ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവസരത്തിന് മേലെങ്കിലും കൈ വെക്കാതിരുന്നുകൂടെ? ശരിയാണ്, ക്രൈസ്തവർക്ക് ഒരു തെറ്റുപറ്റിയെന്നും അവരെ ഭരിക്കാൻ ഇടതു സർക്കാരിനെ തിരഞ്ഞെടുത്തത് വലിയ അബദ്ധമായി പോയി എന്നും അടിക്കടി സർക്കാർ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും വീണ്ടും ഒരു അബദ്ധം പറ്റാതിരിക്കാൻ ക്രൈസ്തവർ തീർച്ചയായും ശ്രദ്ധിച്ചുകൊള്ളൂ.